സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദേട്ടനെ കാണാനില്ല, ആ ഒരു സങ്കടത്തിലാണ് ചേച്ചി എന്നൊക്കെ ശാരിക തുറന്നു പറഞ്ഞിട്ട് പോലും കെവിൻ അറിയാവുന്ന ഒരു കാര്യവും തുറന്നു പറയുന്നില്ല. അതായത് ഇസബല്ലയും നന്ദനും ഒരുമിച്ചാണ് ഹോട്ടലിൽ റൂം എടുത്ത് മറഞ്ഞു നിൽക്കുന്നത്. ഫയൽ മോഷണം പോയതിൻ്റെ പേര് തൽക്കാലം മാറി നിൽക്കുവാണ് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചിട്ട് പോലും സ്നേഹിക്കുന്ന പെണ്ണിനോട് തുറന്നു പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കെവിനുള്ളിൽ നല്ല പേടിയുണ്ട്. താൻ നന്ദനെയും അതുപോലെ ചന്ദ്രോത്ത് വീട്ടുകാരെയും ദേവികയും ചതിക്കുകയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശാരിക തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള പേടിയിൽ ഒരിക്കലും അങ്ങനെ പോകരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശാരിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ചതി തെളിവ് സഹിതം കണ്ടുപിടിച്ചിട്ടേ പിന്മാറ്റമുള്ളൂ. കെവിൻ്റെ സ്നേഹപ്രകടനത്തിന് മുമ്പിൽ മയങ്ങി വന്ന വെറും ഒരു പെൺകുട്ടിയായിട്ടാണ് കെവിൻ ആദ്യം ശാരികയെ വിചാരിക്കുന്നത്. എന്നാൽ ആ ധാരണയൊക്കെ തെറ്റാണെന്ന് ശാരിക തന്നെ തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നന്ദനും ഇസബല്ലയും ഒരുമിച്ചാണെന്നുള്ള ഒരു ഹിൻറ്റ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് മറ്റാരുമല്ല, ശാരികയാണ്. എന്നാൽ ശാരികയ്ക്ക് ആ ഒരു വിവരം എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം ആരുടെയും തുറന്നു പറയുന്നുമില്ല. എന്നാൽ അച്ഛനും അമ്മയ്ക്കും മറ്റൊരു വാക്ക് കൊടുക്കുന്നുണ്ട്, ഉറപ്പായിട്ടും താൻ അച്ഛനും അമ്മയും ചതിക്കില്ല, അവർക്കിഷ്ടമുള്ള ആളെ തന്നെ വിവാഹം കഴിക്കുകയുള്ളെന്ന്. ഇതിനിടയ്ക്ക് നന്ദനെയും ബെല്ലയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേവിക കൊടുത്ത കേസിൻ്റെ പുറത്ത് അവരെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. പാപ്പനായിട്ട് പോലും ബെല്ലയെ അറസ്റ്റ് ചെയ്യേണ്ട ഗതികേട് അദ്ദേഹത്തിന് വന്നു. കാരണം ദേവിക സ്ട്രിക്റ്റാണ്. നടപടികൾ പെട്ടെന്ന് സ്വീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കാനും ദേവിക മടിക്കില്ല. നന്ദനെയും ബെല്ലയും കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഇരിക്കെ ഫയൽ നഷ്ടമായതിൻ്റെ പേര് കേസ് കൊണ്ട് കൊടുത്തിട്ട് പോലും ഒന്ന് അന്വേഷിക്കാൻ പോലും വന്നിട്ടില്ലായിരുന്നു. എന്നിട്ട് നന്ദനെയും ബെല്ലയും കൈയോടെ കണ്ടെത്തിയിട്ട് എന്നിട്ടും അറസ്റ്റ് ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ പേര് അറസ്റ്റ് ചെയ്യുന്നു. അപ്പം ബെല്ലയ്ക്ക് സംശയം തോന്നുന്നുണ്ട്, താൻ ഇവിടെ ആണെന്നുള്ള കാര്യം എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ദേവിക മനസ്സിലാക്കി, ആരാണ് തന്നെ ചതിച്ചേ എന്നുള്ള സംശയത്തിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ കെവിനോട് ബെല്ല ചോദിക്കുന്നുണ്ട്, മര്യാദയ്ക്ക് സത്യം പറ കെവിനെ, നീയാണോ ഇനി ആരോടെങ്കിലും പറഞ്ഞത്? ഞാൻ ആരോടെയും പറഞ്ഞില്ല. പിന്നെ ഇത്ര കൃത്യമായിട്ട് ഞാനും നന്ദനും ഒരുമിച്ചാണുള്ളത് എന്നുള്ള കാര്യം ദേവിക എങ്ങനെ മനസ്സിലാക്കി? അന്നേരം ഫോൺ വിളിച്ചപ്പോൾ നീ സംസാരിക്കാതിരുന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കെവിൻ ഡൗട്ട് അടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാണ് ഫോൺ വിളിച്ചത് എന്ന് പറയുമ്പം ശാരികയ്ക്ക് നല്ല വിലമതിപ്പുള്ള വാച്ച് സമ്മാനം കൊടുത്ത ദിവസം തന്നെയാണ് ബെല്ല വിളിച്ചിരിക്കുന്നത്. അന്നേരം കോൾ എടുത്തിരിക്കുന്നത് ശാരിക ആയിരിക്കാം. പാസ്വേഡ് വരെ പറഞ്ഞു കൊടുത്ത സ്ഥിതിക്ക് മിക്കവാറും ശാരിക തന്നെ ചതിക്കുവാണോ? അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും ശാരിക തന്നോട് കാണിക്കുന്ന സ്നേഹം സത്യസന്ധമാണെന്ന് വിചാരിച്ചിട്ട് ഉറപ്പിച്ച് ശാരിക തന്നെ ചതിക്കുവാണെന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റുന്നുമില്ല കെവിന്. അപ്പോൾ കെവിനാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാണ്. ആരെയെ സ്നേഹിക്കുന്നെന്നുള്ള കാര്യം ബെല്ലയോടോ നന്ദനോടോ ഋഷിയോടോ ആരോടെയും പറയുന്നില്ല, രഹസ്യമാക്കി വെച്ചിരിക്കുകയും ചെയ്യുവാണ്. അതേസമയം ഋഷിയും കെവിനും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് നന്ദനെയും കെവിനെയും ഒരുമിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. DYSPക്ക് വേണ്ടിയിട്ട് അടിച്ചു മാറ്റിയ ഫയൽ ഒടുക്കം നന്ദന് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം. അതിൻ്റെ പിന്നാലെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലിറങ്ങുന്ന നന്ദനാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സിദ്ധാർത്ഥൻ ഇന്ന് വരെ നന്ദനോട് പെരുമാറിയ ആ രൂപത്തിനല്ല പെരുമാറുന്നത്. ഒരു മകൻ എന്ന രൂപത്തിനല്ല, ഒരു ചതിയനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന രൂപത്തിൽ സിദ്ധാർത്ഥൻ ഉരുളക്കുപ്പേരി പോലെ പ്രതികരിക്കുന്നുണ്ട്. സിദ്ധു ജയിലിൽ കടന്ന സമയത്ത് പുറത്തിറക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പ്രഭാവതിയും അതുപോലെ നന്ദനും ദേവികയും. എന്നാൽ നന്ദൻ സ്റ്റേഷനിൽ കിടന്നിട്ട് ജാമ്യത്തിലിറക്കാൻ പോലും സിദ്ധുവോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാരും തന്നെ പോകുന്നില്ല. ഗിരീഷിനും ദേവികയ്ക്കും സിദ്ധുവിനുമെല്ലാം നന്ദൻ്റെ കള്ളക്കളിയും നന്ദൻ്റെ ചതിയും വ്യക്തമായിട്ട് മനസ്സിലാകുന്നുവെങ്കിലും പ്രഭാവതിയും രജനിയും മാത്രമേ ഉള്ളൂ നന്ദനെ അപ്പോഴും പിന്തുണയ്ക്കുന്നത്. പിന്നെ ബെല്ലയ്ക്ക് വേണ്ടിയിട്ട് DYSPയും കെവിനും തന്നെയാണ് നന്ദനെ പുറത്തിറക്കാനും അതുപോലെ ബെല്ലെ പുറത്തിറക്കാനും കൂടെ വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇനി മേലാൽ ഈ വീട്ടിൽ താമസിക്കാൻ നിനക്ക് അനുവാദമില്ല, ഒരു MLA ആയിരിക്കെ അവളുടെ കർത്തവ്യം ഭംഗിയായിട്ട് നിറവേറ്റണമെങ്കിലും മാത്രമല്ല നിന്നെപ്പോലൊരു ചതിയൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപമാനിക്കുന്നത് കേട്ടിട്ട് പ്രഭാവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തൻ്റെ മകനെ ഇങ്ങനെയൊന്നും അപമാനിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ നിൻ്റെ മകൻ ചെയ്ത കൊള്ളരായികയ്ക്ക് ഇങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, 2 തല്ല് കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ. എന്തായാലും എനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല. നിനക്കിപ്പോൾ ഒരുപാട് പുതിയ ബന്ധങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ദേവികയ്ക്ക് പകരം പുതിയൊരു പെൺകുട്ടിയായി ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് വേണ്ട നീ ഇവിടുന്ന് ഒരുപാട് വളർന്നിരിക്കുന്നു. അപ്പം നിന്നെപ്പോലൊരാൾ ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ ആട്ടി ഇറക്കുന്നുണ്ട് സിദ്ധുവും. അങ്ങനെ തൊട്ട് പിന്നാലെ ദേവിക ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ നിൽക്കുന്നത് കണ്ടിട്ട് ആകെ തകർന്നു നിൽക്കുവാണ് പ്രഭാവതിയും അതുപോലെ സിദ്ധുവും.
നന്ദനെ പോലൊരു ഭർത്താവിനോടൊപ്പം തനിക്കിനി ജീവിക്കാനാകില്ലെന്നും ഇത്രയധികം വിശ്വാസവഞ്ചന കാണിച്ച ഒരാൾ എങ്ങനെ വിശ്വസിച്ച് കൂടെ താമസിക്കും എന്നൊക്കെ ദേവികയുടെ ചോദ്യത്തിനു മുമ്പിൽ ഉത്തരമില്ലാതെ പ്രഭാവതിയും അതുപോലെ സിദ്ധുവും നിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയം കുറ്റബോധത്തിൽ മനസ്സ് നീറുകയാണ് അരുന്ധതിക്ക്. താനും കൂടി കാരണമാണല്ലോ ആ പാവം പെൺകുട്ടി ഇത്രയധികം വേദനകൾ അനുഭവിക്കുന്നത്. തൻ്റെ മകനെ കിടന്ന കിടപ്പിൽ നിന്നും എണീപ്പിച്ച് നടത്താൻ ഏക കാരണക്കാരിയായത് ദേവികയാണ്. എന്നാൽ ദേവികയുടെ കുടുംബജീവിതം താളം തെറ്റാൻ ഒരു കണക്കിനല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ താനും കാരണക്കാരിയാണ് എന്നുള്ള വിഷമത്തിൽ അരുന്ധതി ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നു. ഇനിയും കെവിനോടോ അല്ലെങ്കിൽ ഋഷിയോടോ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും സിദ്ധുവിനോടോ പ്രഭാവതിയോടോ സത്യങ്ങൾ തുറന്നു പറയാൻ അനുവദിക്കില്ല. അതുകൊണ്ട് താൻ തന്നെ നേരിട്ട് പോയി ദേവികയെ കണ്ട് സത്യം തുറന്നു പറയാൻ തീരുമാനിക്കുന്നുണ്ട് അരുന്ധതി. അതായത് ഋഷി മരിച്ചിട്ടില്ല, ഋഷി മരണപ്പെട്ടു എന്ന് വിചാരിച്ചാണ് കെവിനും ബെല്ലയും നന്ദനെ ഇങ്ങനെ അടിമയാക്കി കൂടെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അധികം താമസിക്കാതെ അരുന്ധതി ആ ഒരു തീരുമാനം എടുത്ത് ദേവികയെ കാണാൻ പോകുന്നു. കാത്തിരിക്കുക ആ ഒരു